മനോഹരമായ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ മഞ്ഞുമൂടിക്കിടക്കുന്നതുമായ സ്ഥലങ്ങൾ എല്ലാം ചേർന്നതാണ് നോർവേ. ഇവിടുത്തെ പുഴകളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. വളരെയധികം തണുപ്പുള്ള വെള്ളമായതിനാൽ തന്നെ കണ്ടു രസിക്കുകയല്ലാതെ കുളിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നോർവീജിയൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ശിലാപ്രതിമയാണിത്. ഇതിനെ ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. ട്രോൾ എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു പുതപ്പുള്ളതുപോലെയാണ് നോർവീജിയൻ രാജ്യങ്ങളിലെ എല്ലാ മൃഗങ്ങളുടെയും രൂപഘടന. നമ്മുടെ നാട്ടിലെ കർഷകർക്കും അവലംബിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വാട്ടർ സിസ്റ്റമാണിത്. വെള്ളം കുടിക്കുന്നതനുസരിച്ച് മാത്രം പാത്രം നിറയുന്നു. ആ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കാണാനാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. അത് എൻ്റെ ഷിപ്പിൻ്റെ അടുത്ത് നിന്നും 1.5 കിലോമീറ്റർ ദൂരെയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ടൂറിസം പ്രൊമോഷനും പിന്നെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസിന് ഇവർ നൽകുന്ന സപ്പോർട്ടും. ഇവിടെ നിന്നാണ് എനിക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ നിന്നും 1/2 കിലോമീറ്റർ മുകളിലാണ് വ്യൂ പോയിന്റ്. തണുപ്പ് നിറഞ്ഞ വഴികളും അതുപോലെ തന്നെ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രകളും എല്ലാം തന്നെ അനുഭവിച്ചറിയേണ്ടതാണ്. വഴിയിൽ കാണുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കരുതെന്നും മൃഗങ്ങളെ തൊടരുതെന്നും എല്ലാം കൃത്യമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പോയിന്റും കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തുറന്നു വിട്ടിരിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും കൃത്യമായ കണക്കുകളുണ്ട്. ഈ മൃഗങ്ങൾ എവിടെ പോയാലും കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണി സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പും വെച്ച് നമ്മൾ നടന്നു കയറുന്നത് നമ്മുടെ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്നുള്ള സിറ്റി കാഴ്ചയും അതുപോലെ തന്നെയുള്ള ഈ വെള്ളച്ചാട്ടവും തണുപ്പും എല്ലാം തന്നെ പറഞ്ഞറിയിക്കുന്നതിൽ കൂടുതൽ സന്തോഷം തരുന്ന ഒന്നാണ്. അങ്ങനെ അതിമനോഹരമായ വെള്ളച്ചാട്ടവും കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രകൾ തുടരുന്നു.